നമ്മൾ അരിയുണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം, വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജെ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം അരിയുണ്ട ഞാൻ അവലോസ് പൊടി കൊണ്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ചോറൊക്കെ റെഡിയാക്കുന്ന ബ്രൗൺ കളറുള്ള റൈസിൽ, സാധാരണ കുത്തരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രൗൺ കളറുള്ള റൈസ് കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ചായക്ക് നല്ല സൂപ്പറാണ്. ഒരു കപ്പ് അളവിൽ, ഒരു 250 ml കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ കഴുകി നന്നായിട്ട് ഒരരിപ്പയിൽ വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടി വെക്കുക. ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം വാർന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് വറുത്ത് കിട്ടാൻ ഇങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരു 10 മിനിറ്റ് വെക്കാം. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു 30 മിനിറ്റ്സ് മതി എല്ലാം റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ 2 കട്ട ചെറിയ ക്യൂബ്സിലുള്ള ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂണോളം ക്രഷ്ഡ് കാഷ്നട്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരിച്ചിരി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ഇത് ഞാനിന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിയായി പോകരുത് കേട്ടോ. ഈ ചതയ്ക്കുന്ന മിക്സിയുടെ ആ ജാറിലിട്ടിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം കുറച്ചുകൂടി ടേസ്റ്റ് കാണും അതിന്. ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അത് നമുക്ക് 4 മണിക്കൊന്നും ഇല്ലയെന്ന് തോന്നുമ്പോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ പയ്യൊന്ന് ഡ്രൈ റോസ്റ്റ്, ഓവർ കുക്കായി പോകരുത്. എന്നിട്ട് അതൊന്ന് മാറ്റാം നമുക്ക്. അപ്പോൾ വളരെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എപ്പോഴും. ഇപ്പോൾ നമുക്കിപ്പോൾ കാഷ്യൂസ് ചേർത്തില്ല എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പം 4 മണിക്ക് ചായക്ക് എന്ത് വേണമെന്ന് ഓർക്കുമ്പം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക്. അവലോസ് പൊടി കൊണ്ടുള്ള അരിയുണ്ട റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് ഇച്ചിരിയായിട്ട് ഒരു ടൈം എടുക്കും. നമ്മുടെ ശർക്കര പാനി നൂൽ പരുവത്തിലാവുകയൊക്കെ വേണം. ഞാൻ അത്ര ഒന്നും വേണ്ട നമുക്ക്. പക്ഷേ ഇത് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അഴുക്കായി പോകും. കാരണം നമ്മൾ തേങ്ങയൊക്കെ വറുത്തിട്ടൊന്നുമല്ല ഞാൻ ചേർക്കുന്നത്. അപ്പോൾ കാഷ്യൂസ് വറുത്ത് മാറ്റി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക്. നോക്കൂ, അരി നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് ചേർക്കാം. അടിയിൽ അല്പം ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതങ്ങ് മാറിക്കോളും. അപ്പോൾ ഇത് ഒരു മലര് പരുവത്തിലെടുക്കണം. അപ്പോൾ നമ്മൾ കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ടേസ്റ്റേ മാറിപ്പോവും. നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് കേക്ക് അങ്ങനെ പൊട്ടി വരും, മലരായിട്ട് വരും ശരിക്കും. എല്ലാം ഒന്നും അങ്ങനെ ആയില്ലെങ്കിലും നന്നായിട്ട് ആ ഒരു പരുവത്തിൽ വരണം. കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് വറുത്തെടുക്കണതാണ് ശരിക്കുമുള്ള സമയം. പിന്നെ ബാക്കിയെല്ലാം മിക്സ് ചെയ്ത് ഉരുട്ടിയെടുത്താൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന പോലെ. പയ്യെ പൊട്ടി വന്ന് തുടങ്ങി. ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് കഴിഞ്ഞ് തേങ്ങ നമുക്ക് ഇതിനകത്ത് വറുത്തിട്ടും ചേർക്കാം, വറുക്കാതെയും ചേർക്കാം കേട്ടോ. വറുത്തിട്ട് ഒരുപാടങ്ങ് വറുത്തൊന്നും പോകരുത്. ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് എടുത്തിട്ടും ചേർക്കാം. ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നോക്കൂ, കാഷ്യൂസ് ഞാൻ ഡ്രൈ ചെയ്തു. നോക്കൂ, അരിയുടെ കളറേ മാറിയില്ല. ഇപ്പം ഇനി പൊട്ടിത്തുടങ്ങി കേൾക്കാം. ഇനി ഇച്ചിരിയോട് പെട്ടെന്ന് പൊട്ടിത്തുടങ്ങി. ഇനി കൈവിടാതെ ഇളക്കണം. നിറം മാറി കരിഞ്ഞു പോകരുത്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. അങ്ങനെ പൊട്ടി വരുന്നത് കേൾക്കാം. ഒച്ചയിൽ കാണാം. ചിലരിങ്ങനെ മലര് ആയിട്ട് വരുന്നുണ്ട്, ചിലത്. നോക്കിപ്പോൾ ഏകദേശം ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ ഇളക്കണം, അല്ലെങ്കിൽ പാനിൽ നിന്ന് മാറ്റി വേറെ ഒരു പാത്രത്തിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ വീണ്ടും കരിഞ്ഞു പോകും. ആ പാനിൻ്റെ ചൂടിൽ തന്നെ വെച്ചിരുന്നാൽ അപ്പം നോക്കൂ, പൊട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. ഞാൻ ഒരു അരമുറി തേങ്ങ
ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു. അപ്പോൾ അതിന് ഒരു വെള്ളത്തിൻ്റെ നനവുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1-2 ദിവസം കൊണ്ട് തീർക്കണം. അതുകൊണ്ട് ഞാൻ ചെറിയ പോർഷൻ ഉണ്ടാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ചീത്തയായി പോട്ടോ, കാരണം തേങ്ങയുടെ നനവൊക്കെ ഇരിക്കുന്നതുകൊണ്ട്. ഇപ്പം നമ്മുടെ അരി 2 ബാച്ചായിട്ട് നമ്മൾ പൊടിച്ചെടുക്കാം. തേങ്ങ ചതച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ചേർത്തു. ഇനി നമ്മൾ അരി പൊടിച്ചതും കൂടെ ചേർക്കാം. അരി പൊടിക്കുമ്പോൾ ചെറിയൊരു തരി വേണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ അരി പൊടിച്ചിട്ടെടുത്തു കേട്ടോ. ഒരു ചെറിയ ചൂടോടുകൂടി പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും, തരിയോടുകൂടി പൊടി. അപ്പോൾ ക്രഷ് ചെയ്ത കാഷ്യൂസ് ചേർത്ത് കൊടുക്കാൻ ഒരു 1/2 ടീസ്പൂൺ ജാതിക്കയല്ല കേട്ടോ, ഏലക്കാപ്പൊടി ചേർത്തു. ഇനി നമ്മൾ ഒരു 150 ml അളവിൽ ഞാൻ ശർക്കരപ്പാനി ചെറിയൊരു കുറുകലോട് കൂടിയത്, നൂൽപ്പരുവൊന്നും ആയിട്ടില്ല, നമ്മൾ പെട്ടെന്ന് കഴിക്കണ ഉണ്ടായതുകൊണ്ട് അത്രയും വേണ്ടി വരും. എത്ര വേണമെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ചേർത്ത് കൊടുത്തെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ശർക്കരപ്പാനി ചെറിയ ചൂടോടുകൂടി ചേർക്കണം കേട്ടോ. ആ ചൂട് മാറുന്നതിനും പെട്ടെന്ന് ഉരുട്ടി എടുക്കുകയും വേണം. കൈ പിടിക്കാൻ പാകത്തിനുള്ള ചൂട്. ഒരുപാട് ചൂടായാൽ പൊടി അങ്ങ് വെന്തു പോവും, അതും പാടില്ല. ഒരു ലൂക്ക് ആ പരുവത്തിന് ചെറിയ ചൂടോടുകൂടി ചേർക്കണം, കൈ തൊടുമ്പോൾ പൊള്ളലാത്ത പരുവത്തിൽ. അപ്പം ഇനി തവി കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് കൈ കൊണ്ട് നമുക്ക് ഇളക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി നോക്കണം. അരിയുടെയൊക്കെ അനുസരിച്ച് പൊടിക്ക് ശർക്കരപ്പാനിയുടെ അളവ് ഇച്ചിരി വ്യത്യാസമൊക്കെ വരും. നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നനവ് എത്രയാണെന്ന് കൃത്യമായിട്ട്. ഒരു ഉണ്ട ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയി കിട്ടണം. നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ചെറുത് പൊടി ഫുള്ള് നനഞ്ഞിട്ടില്ല, ബാക്കിയുള്ളതും കൂടെ ചേർക്കാം. കുറച്ച് പൊടിക്ക് നനവ് കുറവുണ്ട്. അപ്പോൾ ഫുള്ള് ഞാൻ 150 ml ചേർത്തു കേട്ടോ. അപ്പോൾ കൃത്യം അളവിൽ കിട്ടി. ഇനി പെട്ടെന്ന് ഒട്ടും താമസിക്കാതെ ഉരുട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഉരുണ്ട് കിട്ടില്ല. എക്സ്ട്രാ പൊടി കയ്യിലിരിപ്പുണ്ടെങ്കിൽ അത് തട്ടി മാറ്റിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഉരുട്ടി മാറ്റണം. ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുട്ടി മാറ്റാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ചായ കുടിക്കാൻ തോന്നും നമുക്ക്. അപ്പോൾ നിങ്ങളും റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയറും ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് GNB വ്ളോഗ്സ്. ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് ഉടനടി വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഉരുട്ടിയെടുത്തിട്ട് ചായ കുടിക്കാൻ ചായ ഓണാക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ കാഷ്യൂ നട്ട്സിൻ്റെ ക്രഷ്ഡ് അങ്ങനെ ചേർക്കുമ്പോൾ, കാഷ്യൂ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം, കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കുന്ന ഉണ്ടായതുകൊണ്ട് തന്നെ. പക്ഷേ ഉണക്കമുന്തിരി കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. കാഷ്യൂസ് കുഴപ്പമില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു. ഞാൻ ഉരുട്ടിയപ്പോൾ തന്നെ കുറച്ച് കഴിച്ച് നോക്കി. നമുക്ക് ഉരുട്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരമൊക്കെ പാകമാണോ എന്നൊക്കെ. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, അത്രയും ചേർത്തിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടകളെല്ലാം ഉരുട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് GNB വ്ളോഗ്സ്. ബൈ.